അപ്പം ഇന്നൊരു സുന്ദരി അതിഥിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നല്ല സുന്ദരനാണ്. ഞങ്ങൾ പിടിച്ചോടുന്ന് ഇവിടെ അകത്താക്കിയിട്ടുണ്ട് ആളെ. ഭയങ്കര പേടിയിലായിരുന്നു കേട്ടോ ആളെ അകത്ത് കൊണ്ടുവന്നപ്പോൾ. ഞങ്ങളെ സുന്ദരൻ ഇതാണ് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്, ഉണക്കമീനും ചോറും. അപ്പോൾ ഇത് തെരഞ്ഞു പിടിച്ച് തിന്നാണ് ആള്. മുറ്റത്ത് കണ്ടപ്പോൾ പിടിച്ചോണ്ട് കൊടുന്നതാണ് കേട്ടോ. നല്ല ക്യൂട്ടുണ്ട് കാണാൻ. വാലൊക്കെ നല്ല അടിപൊളി വാലാണ്. ഇവിടെ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. അതൊക്കെ പിന്നെ കാട്ടിത്തരാവേ. ആണാ പെണ്ണാന്നൊന്നും അറിയില്ല. ഇവൻ്റെ കണ്ണ് അടിപൊളിയാണ് കേട്ടോ. നല്ല നീല കണ്ണാണ്. ഏട്ടാ തീക്ക് നോക്കിക്ക, ക്യാമറയ്ക്ക് നോക്ക്. ഇപ്പൊ പറഞ്ഞതൊന്നും കേൾക്കണില്ല. ഭക്ഷണം കഴിക്കണ തിരക്കിലാണ് മൂപ്പര്. കണ്ടോ വാലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ചുരുട്ടി വെച്ചിക്കാണ് മൂപ്പര്. ഉണ്ട വാലാണ്. ഇത് കണ്ടപ്പോൾ ഞങ്ങളിതാ മുറ്റത്തുനിന്ന് പൊറുക്കി കൊണ്ടുവന്നതാണ് ആളെ. അകത്തിട്ടപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഇപ്പൊ ആള് കൂളായി. ഇവിടെ വാ, വാതിൽ തുറന്നു തന്നിട്ട് പുറത്തേക്ക് പോണില്ലല്ലോ. ഇവിടെ വാ, ഇങ്ങോട്ട് വാ. അപ്പോൾ കുട്ടൂസാണ് പേര്. ആള് ഫുഡ് കഴിക്കണം കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഞങ്ങളെ ബാക്ക് കൂടെ വന്ന് ഫുഡ് കഴിക്കണം. ഇരിക്കണ ഇരിപ്പ് കണ്ടോ. എനിക്ക് നല്ല പണി തന്നിക്കാണ്ട് ആട്ടി വിടും ഞാൻ തന്നെ കേട്ടോ. ഇതാണ് എനിക്ക് കിട്ടിയ പണി. ഇന്ന് നേരം വെളുത്തേക്കിന് തന്നെയുള്ള പണി എന്നത്. ആട്ടി വിട്ടതാണ് ഞാൻ കേട്ടോ. എന്നിട്ട് സിറ്റ് ഔട്ടിൽ അവിടെ കയറിയിരിക്കുകയാണ്. വാതിലൊക്കെ അടിച്ചിരിക്കണം. അടുക്കളത്തെ വാതിലടിച്ചിക്കണു, സിറ്റ് ഔട്ടത്തെ വാതിലടിച്ചിക്കണു. ആ പെട്ടിയിലൊക്കെ ആക്കി ഇന്നലെ അകത്ത് വെച്ചതേനു. എന്നിട്ടേ കടുക്കിയിലൊക്കെ കയറി മൂത്ര വെച്ചിരിക്കുക. പുതിയൊരു ചെമ്പരത്തി വാങ്ങിയത് കാട്ടിത്തരട്ടോ. ഒരു സുന്ദരിയാണ് കണ്ടോ. ആട്ടി പോടും ഞാൻ തന്നെ, നോക്കിക്കോ. എനിക്ക് നല്ല പണിയല്ലേ തന്നത്. എവിടുന്നോ ആരോ ഞങ്ങളെ നാട്ടിൽ തട്ടിയിട്ട് പോയതാണ് കേട്ടോ. പാവല്ലേന്ന് വിചാരിച്ച് ഞാനെടുത്ത് ഫുഡൊക്കെ കൊടുത്ത്. 36 അവസ്ഥ ഇപ്പം ഇതാണ്. എന്താ ഇപ്പം ചെയ്യാന്നറിയില്ല. കാരണം ആട്ടിയിട്ടൊന്നും പോണില്ല, പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ട്. വരണ്ട അവിടെ നിന്നോ.